കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12:30-ക്ക് അടിമാലിയിൽ നിന്നും കോതമംഗലത്തേക്ക് സ്വകാര്യ ബസ്സായ ആരാധന സർവീസ് നടത്തുന്നതിനിടയിലായിരുന്നു വിദ്യാർത്ഥിനിയുടെ സ്വർണ്ണമാല ബസ്സിനുള്ളിൽ വെച്ച് നഷ്ടപ്പെട്ടത്. ഇരുമ്പ് പാലത്തു നിന്നും ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ ബസ്സിൽ കയറിയിരുന്നു. ഇതിൽ കോളനി പാലത്തിറങ്ങിയ വിദ്യാർത്ഥിനിയുടെ മാലയായിരുന്നു നഷ്ടമായത്. ബസ് നേര്യമംഗലത്തെത്തിയപ്പോൾ വിദ്യാർത്ഥിനിയുടെ ബന്ധുവെത്തി മാല നഷ്ടപ്പെട്ട വിവരം ബസ് ജീവനക്കാരെ അറിയിച്ചു. സർവീസിനിടെ ജീവനക്കാർ ബസ്സിനുള്ളിൽ ആദ്യം തിരച്ചിൽ നടത്തിയെങ്കിലും മാല കണ്ടെത്താനായില്ല. പിന്നീട് ബസിന്റെ ഡോറിനരികിൽ നിന്നും മാല കണ്ടെത്തുകയും തിരികെ അടിമാലിയിലേക്കുള്ള സർവീസിനിടയിൽ വിദ്യാർത്ഥിനിയുടെ ബന്ധുക്കൾക്ക് ബസ് ജീവനക്കാർ മാല കൈമാറുകയും ചെയ്തു. കോളനിപ്പാലത്ത് ഇറങ്ങുന്ന കൊച്ചിൻ്റെ മാല പൊട്ടിപ്പോയായിരുന്നു. അത് ഞങ്ങൾ അറിഞ്ഞില്ല. നേര്യമംഗലത്ത് വന്ന് കൊച്ചിൻ്റെ അമ്മയുടെ ആങ്ങള വണ്ടി കയറി പറഞ്ഞു, മോനെ വണ്ടിക്കകത്ത് മാലയടി കിടപ്പുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ഞങ്ങൾ അമ്മാരെ നോക്കി കഴിഞ്ഞപ്പോൾ മാലയൊന്നും കിട്ടിയില്ല. യാത്രക്കാരിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കുറേ ബംഗാളികളൊക്കെ ഉണ്ടായിരുന്നു. അവരിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് സ്റ്റെപ്പിൽ നോക്കി കഴിഞ്ഞപ്പോൾ മാല സ്റ്റെപ്പിൽ കിടക്കുകയാണ്. സ്റ്റെപ്പിൽ നിന്നെടുത്ത് ആ ചേട്ടനെ വിളിച്ചു പറയുകയും ആ ചേട്ടനെ തിരിച്ചു വന്നപ്പോൾ കോളനിപ്പാലത്ത് വെച്ച് മാല കൈമാറുകയും ചെയ്തു. ബസ്സിലെ കണ്ടക്ടറായ പോത്താനിക്കാട് സ്വദേശി അഖിൽ, ഡ്രൈവറായ മാങ്കുളം സ്വദേശി ക്രിസ്റ്റോ എന്നിവരാണ് കളഞ്ഞു കിട്ടിയ മാല ഉടമസ്ഥന് തിരികെ നൽകി മാതൃകയായത്. ബസ് ജീവനക്കാരുടെ പ്രവൃത്തിക്ക് അഭിനന്ദനം അർപ്പിച്ച് നവമാധ്യമങ്ങളിലും നിരവധി ആളുകൾ എത്തി. ന്യൂസ് ബ്യൂറോ, അടിമാലി.